ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിനിട്ട് നാളെ തന്നെ അടിപൊളി പണിയാണ് കിട്ടുന്നത്. പ്രകാശിന് പൈസ എന്ന് പറയുമ്പോൾ ആ തട്ടുകടക്കാരൻ പ്രകാശിനെ കൊണ്ട് അവിടുത്തെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകിപ്പിക്കുന്നുണ്ട്. തട്ടുകടയൊക്കെ നല്ല ക്ലീൻ ആക്കി അടിച്ചു വാരി തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ശേഷം നമ്മുടെ പ്രകാശം പറഞ്ഞു, ഞാൻ കഴിച്ച ഭക്ഷണത്തിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അതേ കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇപ്പോൾ ആൾക്കാർ കഴിക്കാൻ വരും, അവർക്കൊക്കെ എടുത്തു കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ അവിടെ കഴിക്കാൻ വന്നത് കിരണും കല്യാണിയാണ്ടോ. അങ്ങനെ ഒരു കഴിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും നമ്മുടെ ആ കടക്കാരൻ പറയണ്ട്, അതെ എടോ ഇങ്ങോട്ട് വന്നേടോ, ഇവരുടെ ബെഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഫുഡ് എടുത്ത് കൊടുക്കുക എന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ കാണുമ്പോൾ നമ്മുടെ കല്യാണിയും കിരണും ഞെട്ടിപ്പോവാട്ടോ. കിരൺ ചോദിക്കുന്നുണ്ട്, എല്ലാ ചേട്ടാ ഇവിടുത്തെ പുതിയ സെർവന്റ് ആണോ എന്ന് തട്ടുകടയിലെ ചേട്ടനോട് ചോദിക്കുമ്പോൾ ആ ചേട്ടാ പറയുന്നുണ്ട്, അല്ലെന്നേ ഇവിടെ ഒന്ന് മൂക്കറ്റം ഭക്ഷണം കഴിച്ചു എന്നിട്ട് പറയാം പൈസ ഇല്ലെന്ന്, പിന്നെ ഞാൻ എങ്ങനെ പൈസ ഈടാക്കണം, അതുകൊണ്ട് പണിയെടുക്കാൻ പറഞ്ഞു. അത് ചെയ്ത് നന്നായി ചേട്ടാ, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാനായിട്ട്. നല്ല തണ്ടും തടിയുണ്ട്, ഇവർക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് കിരൺ. ആ സമയത്ത് തട്ടുകടക്കാരൻ പറഞ്ഞു, അതെ അതെ ഒരു അമ്മ ഉണ്ടായിരുന്നു, അവരെ വൃദ്ധസദനത്തിലാക്കിയിട്ട് വന്നിരിക്കുന്നത് മഹാപാപി എന്നൊക്കെ പറയണം. കിരണും കാണി പുച്ഛത്തോട് കൂടി തന്നെ പ്രകാശം നോക്കുവാട്ടോ, നന്നായിട്ട് തുടക്കിവിടാ എന്നൊക്കെ കിരൺ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പ്രകാശിന് നല്ലൊരു പണി തന്നെ നാളെ കിട്ടുന്നുണ്ട്. അതേസമയം സരിയുനും കിട്ടുന്നുണ്ട് കേട്ടോ. സരു കിരണിന്റെ കല്ലിന്റെ പുറകെ നടക്കുമ്പോൾ മനോഹർ ബാക്കി പെണ്ണുങ്ങളെ പുറകേലേക്ക് നടക്കുവാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല നിഷ വരുന്നുണ്ടെന്ന്. അപ്പൊ നിഷ വരുമ്പോഴേക്കും നിഷയുടെ വായി തന്നെ മിക്കവാറും സരിയു സത്യങ്ങളൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, മനോഹർ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ആ മിക്കി എന്ന് പറഞ്ഞ പെണ്ണിനെ. അപ്പൊ മിക്കിയായിട്ടുള്ള കല്യാണം നമ്മുടെ നിഷ മിക്കവാറും നമ്മുടെ സരിയുവിനോട് പറയാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, സരിയും മനോഹറിന് ഡൗട്ട് അടിക്കണ ഭാഗവും ഉടൻ തന്നെ വരുന്നുണ്ട്. അങ്ങനെ സരിയും സത്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ മനസ്സിലാക്കാണ്. അത് മനസ്സിലാക്കുന്ന സരിയു ആകെ തകർന്നു പോവാട്ടോ. കാരണം ഇത്രയും നാൾ തന്നെ മനുവേട്ടൻ ഉണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചു. പക്ഷെ ഇപ്പൊ മനുവേട്ടനും ഇല്ല. അപ്പൊ തന്റെ അമ്മയും അച്ഛനാണ് സത്യം, അവരാണ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സരിയു മനസ്സിലാക്കണം. അങ്ങനെ സരിയു ആകെ തകർന്നു പോവാണ്. മനോഹറാണെങ്കിൽ വേറെ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനും പോകുവാട്ടോ. എന്തായാലും സരിയുവിനും നല്ല പണി കിട്ടുന്നുണ്ട്, പ്രകാശിനും വിക്രത്തിനും ഒക്കെ പണി കിട്ടുന്നുണ്ട്. കാത്തിരുന്ന് കാണാൻ നല്ല ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.